ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. അതായത് ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചാൽ ഡോക്ടറെ മാറ്റി നിർത്താം, രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ആ ചൊല്ല് ഉദ്ദേശിക്കുന്നത്. റിലയൻസ് ഫ്രഷിൽ നിന്നാണ് എന്ന് ഓർക്കണം ഇത്തവണ. റിലയൻസ് ഫ്രഷിൽ നിന്ന് വാങ്ങിച്ച ആപ്പിളാണ് ഞാൻ ഈ പ്ലേറ്റിൽ നിങ്ങളുടെ മുൻപിൽ കാണിക്കുകയാണ്. ഈ ആപ്പിളിനകത്തേക്ക് ഒന്ന് നോക്കൂ, ഇതൊരു മുറി ആപ്പിളാണ്. ഈ ആപ്പിൾ എത്ര നന്നായിരിക്കുന്നു. ഈ ആപ്പിൾ കഴിച്ചാൽ ഡോക്ടർ അകത്ത് വരണമോ ഡോക്ടർ പുറത്തു പോകണോ? അതായത് ഡോക്ടറെ നമ്മൾ ഇങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവരേണ്ടി വരുമോ, അതോ ഡോക്ടർ വരണ്ടാത്ത രീതിയിൽ നാം ആരോഗ്യ സുരക്ഷിതരാകുമോ? ഇനി രണ്ടാമതൊരു ആപ്പിൾ ഇതാ നോക്കൂ, ഇതിൽ വെച്ചിരിക്കുന്ന റിലയൻസ് ഫ്രഷിന്റെ ഒരു ഇതുണ്ട്, അതേല് ഒരു ടാഗ് ഉണ്ട്, അത് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. അതായത് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെയാണ്. ഇതുപോലെ ഓരോ ആപ്പിളിലും ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട് ബെസ്റ്റ് ക്വാളിറ്റി എന്ന്. ഇങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ഒട്ടിച്ചിരിക്കുന്ന ആപ്പിള് അവർ ചോദിക്കുന്ന വില കൊടുത്ത് നാം വാങ്ങുന്നു. ആപ്പിൾ വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചപ്പോഴാണ് ഈ ആപ്പിളിന്റെ മറ്റേ പകുതി ഞാൻ അറിയാതെ എറിഞ്ഞു കളഞ്ഞു പോയി കേട്ടോ. അത് കഴിഞ്ഞ പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതായത് ഈ നാട്ടിലെ സാധാരണക്കാര്, അവർ മനസ്സിലാക്കണം, റിലയൻസ് ഫ്രഷ് ആണെങ്കിലും എവിടെയാണെങ്കിലും വളരെ ശ്രദ്ധയോടെ സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ അവർ വഞ്ചിക്കപ്പെടും. ആപ്പിളിന് ചോദിക്കുന്ന വില കൊടുത്താണ് നാം മേടിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇഷ്ടമുള്ള വില എറിഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ സെറ്റ് പ്രൈസ് ഉള്ള കടകളാണ് റിലയൻസ് ഫ്രഷ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത് നോക്കാനല്ലേ ഇവിടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ ഉള്ളത് എന്ന സംശയവും കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഉപഭോക്തൃ ഫോറങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തിന്ന് എന്തോ സംഭവിക്കട്ടെ എന്ന് കരുതുകയല്ല. നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളെ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നതാണ്. ആ പദവിയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ ഇത്തരം കടകൾ പൂട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ വീണ്ടും എടുത്തു കാണിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു പാക്കറ്റ് ആപ്പിൾ കൊണ്ടുവന്നതിനകത്ത് ഒട്ടുമിക്ക ആപ്പിളും ഇതുപോലെ തിന്നാൻ കൊള്ളാത്ത ആപ്പിളായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ഓർത്തത് സങ്കടത്തോടെയും രോഷത്തോടെയും. കാരണം നമ്മളൊന്നും ഒരു പൈസ പോലും അപ്രസക്തമായ രീതിയിൽ നമ്മൾ എവിടെ നിന്നും ആരെയും പറ്റിച്ച് വാരി കൂട്ടുന്നില്ല. ചെയ്യുന്ന ജോലിക്ക് തന്നെ കൂലി കിട്ടാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ജോലിക്ക് പോലും കൃത്യമായ കൂലി കിട്ടുന്നില്ല. ILO പറഞ്ഞിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര താഴ്ന്ന കൂലിയാണ് ഇന്ത്യയുടെ ശരാശരി കൂലി എന്ന് പറയുന്നത്. കേരളം അതിന് മെച്ചമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. ആ പൈസ കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അത് നമുക്ക് ഓരോ ആപ്പിളും എടുത്ത് ഞെക്കി നോക്കി ഉറപ്പുവരുത്താനൊക്കില്ല. റിലയൻസ് ഫ്രഷ് എന്നൊക്കെ പറഞ്ഞാല് നല്ല സാധനം വിൽക്കുന്ന കട എന്നുള്ള തെറ്റിദ്ധാരണ, ആ ധാരണയോട് കൂടി ചെന്നാണ് മേടിക്കുന്നതെന്ന്. ശരിയായ ധാരണ എന്ന് കരുതിയ, നല്ലത് എന്ന് കരുതിയ വാങ്ങുന്നത്. ഇതുപോലെ അടി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ധാരണ തെറ്റാണ്. അപ്പൊ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞാലോ, റിലയൻസ് ഫ്രഷിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. എലൺ മസ്ക് ഈ അടുത്ത നാളിൽ വന്ന ഒരു കണക്ക്, എലോൺ മസ്ക് ആദ്യ ട്രില്യനെയർ ആകും എന്ന് വെച്ചാൽ 1,00,000 കോടി ഡോളറിന്റെ ഉടമ. അതാണ് ട്രില്യനെയർ ആവുക എന്ന് പറയുന്നത്. അപ്പം ലോകത്തെ ആദ്യത്തെ ട്രില്യനെയർ ആകുമെന്ന് റിപ്പോർട്ട് 2027 ആദ്യത്തെ ട്രില്യനെയർ ആകാൻ പോകുന്നത് എലോൺ മസ്ക്. നിങ്ങൾക്കറിയാം, സ്പേസ് എക്സും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സയന്റിസ്റ്റും ലോക കോടീശ്വരനുമാണ് അദ്ദേഹം. തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യയിലെ വ്യവസായി ഗൗതം അദാനിയും ട്രില്യനെയർ ആകും. അത് കഴിഞ്ഞാലോ ഏതാനും വർഷങ്ങൾക്കകം ലോകത്തെ 3ാമത്തെ ട്രില്യനെയർ ആയിട്ട് ആര് വരും? നമ്മുടെ മുകേഷ് അംബാനിയും വരും. ഇത് മനോരമ കിടക്കുന്നു, ഇതുപോലെ ഹിന്ദുവിലും ഒക്കെ ഉണ്ട് ഈ വാർത്ത കേട്ടോ. അതായത് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ചത്തെ പത്രത്തിൽ വന്നതാണ്, ബിസിനസ് പേജിൽ വന്നതാണ്. ട്രില്യനെയർ ആകാൻ പോകുന്നു മുകേഷ് അംബാനി, 3ാമത്തെ ട്രില്യനെയർ കേട്ടോ. ആദ്യത്തെ ട്രില്യനെയർ ആകുന്നത് എലൺ മസ്ക് ആണ്, 2ാമത്തത് അദാനിയാണ്, 3ാമത്തെ ആകാൻ പോകുന്നത് മുകേഷ് അംബാനിയാണ്, വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ട്രില്യനെയർ ആകാൻ പോകുന്ന മുകേഷ് അംബാനിയുടെ റിലയൻസ് ഫ്രഷിൽ നിന്നാണ് ഇത്ര മോശമായ ഉൽപ്പന്നം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ ട്രില്യൻസ് ഉണ്ടാക്കുന്നത്? സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചാണ് ഇവരൊക്കെ ട്രില്യൻസ് ഉണ്ടാക്കുന്നത്.
ഇത് കാണാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ലേ? അത് കാണാൻ ഇവിടെ ഇപ്പൊ ഈ പത്രം ഇവിടെയുള്ള 20 MP മനോരമ വായിച്ചിട്ടുണ്ടാവും. ആ 20 MP മനോരമ വായിച്ച ഈ വാർത്ത കണ്ടാല് അവരൊക്കെ ആലോചിക്കണം. ഈ 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയിൽ 28 കോടിയോളം പേർ അതിദരിദ്രരാണ്. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനങ്ങളാകാം. പക്ഷേ ഒരു സ്ക്വയർ മീൽ ഒരു ദിവസം കഴിക്കാൻ പാങ്ങില്ലാത്തവരാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. 28 കോടിയോളം പേർ അങ്ങനെയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ട്രില്യനേഴ്സ് ഉണ്ടാകുന്നു. ആ ട്രില്യനേഴ്സ് ഉണ്ടാകുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ചോര ഊറ്റി കുടിച്ചാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് അരാഷ്ട്രീയമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എങ്കിൽ, സത്യസന്ധമായ രാഷ്ട്രീയമാണ് എങ്കിൽ, ഏത് പാർട്ടിയിൽപ്പെട്ട MP ആണെങ്കിലും ഇത്രയധികം ധനം ഇവരെങ്ങനെ സമാഹരിക്കുന്നു? ഇവര് നികുതി വെട്ടിക്കുന്നുണ്ടോ? ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ നമുക്കറിയാം. അദാനിയാണ് 2ാമത്തെ ട്രില്യനർ ആകാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് വന്നത് എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നികുതി വെട്ടിക്കുന്നുണ്ടോ? ഇവരൊക്കെ ഇവരുടെ ലാഭം എവിടെ കൊണ്ടുപോകുന്നു? ഇവർക്ക് എങ്ങനെ ഇത്രയധികം ലാഭം ഉണ്ടാകുന്നു? ഈ കഴിഞ്ഞ ബജറ്റ് നോക്കൂ. ആ കഴിഞ്ഞ ബജറ്റ് നോക്കിയാൽ നമുക്കറിയാം ഈ ട്രില്യനേഴ്സിനെ അല്ലെങ്കിൽ ഈ മില്യനേഴ്സിനെ, ഈ വലിയ ബിസിനസ്സുകാരെ തലോടുന്ന തരത്തിലാണ് നികുതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മളെ പോലെയുള്ളവർ ജീവിക്കുന്നത്. നമ്മളെക്കാൾ പാവപ്പെട്ടവർ, അതായത് ഈ പറയപ്പെട്ട ചികിത്സാ പദ്ധതിയിലും ഒക്കെ പെടുന്നവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിസമ്പന്നർ ഒരു സ്ഥലത്ത്, ഓർമ്മയുണ്ടല്ലോ, അതായത് തോമസ് പിക്കറ്റിയും 2 ഇന്ത്യക്കാരും 2 ഫ്രഞ്ചുകാരും ചേർന്ന്, തോമസ് പിക്കറ്റി ഫ്രഞ്ചുകാരനാണ്, അങ്ങനെ ചേർന്ന് നടത്തിയ 1921 മുതൽ 2022-23 വരെ നടത്തിയ ഒരു പഠനം, അതായത് അസമത്വത്തിന്റെ വളർച്ചയെ പറ്റി നടത്തിയ ഒരു പഠനം, ഇന്ത്യയെ പറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ 2014 തൊട്ട് ഇങ്ങോട്ടുള്ള 10 വർഷക്കാലമാണ് ഇന്ത്യ ഏറ്റവും അസമത്വത്തിലേക്ക് തള്ളപ്പെട്ടത് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ ട്രില്യനർ ആകാൻ പോകുന്ന ഒരു വ്യക്തി ഇതുപോലെ ഉപയോഗശൂന്യമായ ഉൽപ്പന്നങ്ങൾ റിലയൻസ് ഫ്രഷ് എന്ന അദ്ദേഹത്തിന്റെ മേത്തരം കടയിലൂടെ വിറ്റഴിക്കുന്നത്. എത്രയോ പാവങ്ങൾ ആപ്പിൾ മേടിച്ചുകൊണ്ട് പോയി ഇതുപോലെയുള്ള തിന്നു കാണും. അവർക്കൊക്കെ അസുഖം വന്നോ? നമുക്കറിഞ്ഞുകൂടാ. അപ്പൊ അത് തീർച്ചയായിട്ടും നാം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ ഇത് സശ്രദ്ധം നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ മന്ത്രിമാരും. ഇനി നമ്മൾക്ക് വെറുതെ ഒന്ന് മദ്യത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. ഓണവിപണിയിലെ മദ്യവിൽപ്പന എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ മദ്യത്തെ പറ്റി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒന്നാമത്തെ വരുമാന സ്രോതസ്സാണ് മദ്യം എന്ന് പറയുന്നത്. 2ാമത്തേതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ടാക്സ്. അപ്പൊ ഈ മദ്യം വിറ്റുള്ള വരുമാനം എന്തുമാത്രം മദ്യമാണ് ഇപ്പൊ ഈ അടുത്തിട ഈ ഓണത്തിന്റെ 10 ഓണം എന്നാണല്ലോ, അത്തത്തിനും ഓണത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് വിറ്റുപോയത് എന്ന് നമുക്കൊന്ന് നോക്കാം. 700 കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിലായി കേരളത്തിൽ വിറ്റുപോയത്. അതായത് 9 ദിവസത്തെ ഇന്നത്തെ കൂട്ടാതെ 9 ദിവസത്തെ വിൽപ്പനയാണ് 700 കോടി രൂപയുടെ 700.93 കോടി രൂപയുടെ മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിലൂടെ മാത്രം വിറ്റുപോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 715.97 കോടിയായിരുന്നു. അതായത് ഈ വർഷം 700.93 കോടിക്ക് വിറ്റപ്പോൾ കഴിഞ്ഞ വർഷം 715.57 കോടിക്ക് വിറ്റു എന്നാണ് സങ്കടത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 15 കോടിയുടെ കുറവ് വന്നിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു. ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പന ഏകദേശം 4 കോടി രൂപയുടെ വർധനയുണ്ടായി. അതായത് ഉത്രാട ദിനം മാത്രം 124.05 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് കേരളത്തെ പറ്റി എന്താ തോന്നേണ്ടത്? അതായത് സംസ്ഥാന സർക്കാരിനെ പൂവിട്ട് പൂജിക്കുന്നു മദ്യപന്മാര്. എങ്ങനെയാണ് അവർ പൂവിട്ട് പൂജിക്കുന്നത്? പോക്കറ്റിലുള്ള പൈസ എടുത്ത് ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി ഇത് പുഷ്പമാണ്, ഇത് ഗവൺമെന്റിന് ഇരിക്കട്ടെ, പകരം എനിക്ക് മദ്യം തരൂ എന്ന് പറഞ്ഞ് മദ്യക്കുപ്പികൾ വാങ്ങി കടന്നു പോകുന്നു.
അങ്ങനെ ഗവൺമെന്റിനെ പൂവിട്ട് പൂജിക്കുന്നു. ഗവൺമെന്റ് മദ്യശാലകൾ എവിടെയെല്ലാം വർദ്ധിപ്പിക്കാമോ, ഇപ്പൊ ചില ദ്വീപുകളിലേക്കൊക്കെ മദ്യം വിൽക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കൊണ്ടൊക്കെ മദ്യം കുടിപ്പിക്കാമോ അവരെ കൊണ്ടൊക്കെ മദ്യം കുടിപ്പിച്ച് ഖജനാവ് നിറയ്ക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. പക്ഷെ എല്ലായ്പ്പോഴും സർക്കാർ ഒരു കാര്യം ഓർക്കണം, ഈ മദ്യവുമായി മദ്യസേവനയും കഴിഞ്ഞ് കുടുംബങ്ങളിൽ എത്തുന്നവർ, കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കുടുംബശ്രീ മെമ്പേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം മുഴുവനും മദ്യം വിൽക്കുന്നിടത്ത് ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ, ഞാൻ ഈ കുടുംബശ്രീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടു ചെല്ലുന്ന അരി അവിടെ വേവിച്ച എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെച്ച അതുപോലും തൂവി എറിയുന്നു ഭർത്താവെന്ന് കണ്ണീരോടെ പറഞ്ഞ സ്ത്രീകൾ എത്ര പേരുണ്ടെന്നറിയാമോ? ഈ സർക്കാർ കുടുംബശ്രീയെ ചങ്കോട് ചേർത്തിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? എന്നിട്ട് എവിടെ പോയി ഈ കുടുംബങ്ങളെ ചേർത്ത് നിർത്താനുള്ള താല്പര്യമില്ലാതെ വരുന്നത്? കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ വൈശിഷ്ട്യമാർന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുമായിരുന്നു. പകരം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു വലിയ ലഹരി മരുന്നിന്റെ മാഫിയ, മദ്യമാഫിയ, അങ്ങനെ പലതരം മാഫിയകളുടെ ഒരു വിളയാട്ട ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തില് മദ്യം വിറ്റ് 700 കോടിയോ 714 കോടിയോ എത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാലും ഓരോ കുടുംബത്തിന്റെയും നെഞ്ചത്തടിക്കുന്ന ആണിയായിട്ടാണ് ഞാനത് കാണുന്നത്. അവിടെ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ഈ മദ്യത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തേ മതിയാവൂ, സർക്കാരായാലും സുബോധത്തോടെ നടക്കുന്ന ജനങ്ങളായാലും.